ഈ പെൺകുട്ടി വളരെ മിടുക്കിയാണ്. പെട്ടെന്നുണ്ടായ വെടിശബ്ദം എല്ലാവരെയും ഭയപ്പെടുത്തി. ഒരു സംഘം കുറ്റവാളികൾ ഒരു ബസ് ഹൈജാക്ക് ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. ബസിന്റെ മുൻവശത്തുണ്ടായിരുന്ന കുറ്റവാളി തോക്ക് ചൂണ്ടി താൻ പറഞ്ഞുകൊടുക്കുന്ന വഴിയിലൂടെ ഓടിക്കാൻ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി. ബസിന്റെ പിന്നിലുണ്ടായിരുന്ന കുറ്റവാളിയും തോക്ക് പിടിച്ച് എല്ലാവരോടും കർട്ടനുകൾ താഴ്ത്തിയിടാനും ഫോണുകൾ കൈമാറാനും ആവശ്യപ്പെട്ടു. അവൾക്ക് ചുറ്റുമുള്ള കുറ്റവാളികളെ പെൺകുട്ടി ശാന്തമായി നിരീക്ഷിച്ചു. അവർ ശ്രദ്ധിക്കാത്ത സമയം നോക്കി അവൾ തന്റെ ഫോൺ രഹസ്യമായി സീറ്റിനടിയിൽ ഒളിപ്പിച്ചു. ഈ സമയം മുൻനിരയിലിരുന്ന ഒരു പയ്യൻ തെന്നിമാറി തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു സ്പെയർ ഫോൺ രഹസ്യമായി പെൺകുട്ടിക്ക് കൈമാറി. ഫോൺ കൊടുക്കേണ്ട ഊഴം വന്നപ്പോൾ അവൾ സ്പെയർ ഫോൺ കൈമാറി. ഡ്രൈവർ കുറ്റവാളി പറഞ്ഞ വഴിയിലൂടെ ഓടിച്ചു. വഴിയിൽ പോലീസ് സ്ഥാപിച്ച റോഡ് ബ്ലോക്ക് മറികടന്ന് ഒരു കെമിക്കൽ പ്ലാന്റിലെ ഗവേഷണ കെട്ടിടത്തിലേക്ക് റീസർച്ച് ബിൽഡിംഗാണ് ബസ് പോയത്. ഈ ഗുണ്ടകൾ തങ്ങളുടെ സംഘത്തലവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന് മനസ്സിലായി. ഡോക്ടറുടെ ഗവേഷണ വിവരങ്ങൾ റീസർച്ച് ഡാറ്റ കൈക്കലാക്കാനാണ് അവർ പെൺകുട്ടി സഞ്ചരിച്ച ബസ് ഹൈജാക്ക് ചെയ്തത്. ഡോക്ടറെ രക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക സേനാ വിഭാഗം സ്പെഷ്യൽ ഫോഴ്സസ് ടീം ഗവേഷണ കെട്ടിടത്തിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. ബസ്സിനുള്ളിലെ സാഹചര്യം വ്യക്തമല്ലാത്തതുകൊണ്ട് പ്രത്യേക സേനാ വിഭാഗം ധൃതിപ്പെട്ട് ഒന്നും ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. ഈ സമയത്ത് ഡ്രൈവർക്ക് ODT രക്ഷപ്പെടാൻ അവസരം ലഭിച്ചു. അത് കുറ്റവാളികൾ കണ്ടുപിടിച്ചു. ഡ്രൈവർ ഒരു പാനപാളി റഞ്ചെടുത്ത് പ്രതിരോധിക്കാൻ തുനിഞ്ഞെങ്കിലും അതിനു മുൻപ് തന്നെ ഒരു വെടിയുണ്ട നെഞ്ചിൽ തുളച്ചുകയറി. നിമിഷനേരം കൊണ്ട് ബസ് നിശബ്ദമായി. എല്ലാവരുടെയും മുഖത്ത് ഭയം നിറഞ്ഞു. പെൺകുട്ടി സ്വയം ശാന്തയായിരിക്കാൻ നിർബന്ധിച്ചു. പ്രത്യേക സേനാ വിഭാഗത്തിന്റെ ക്യാപ്റ്റൻ ചർച്ചയ്ക്കെത്തുകയും ഗവേഷണ കെട്ടിടത്തിലെ ക്രിമിനൽ തലവനുമായി ഒരു കരാറിലെത്തുകയും ചെയ്തു. ബസ് ഇന്ധനം നിറയ്ക്കുകയും ഗ്യാസ് 3 പേരെ പുറത്തുവിടുകയും ചെയ്യുക. ക്യാപ്റ്റൻ സമ്മതിച്ചു. എന്നാൽ ഒരു തന്ത്രം പ്രയോഗിച്ചു. 2 പ്രത്യേക സേനാ അംഗങ്ങളെ ഗ്യാസ് ഡ്രൈവർമാരായി വേഷം ധരിപ്പിച്ച് ബസ് ഇന്ധനം നിറയ്ക്കാൻ അയച്ചു. സംഘത്തലവൻ ബസ്സിൽ കയറിയ ഉടൻ ഡോക്ടറുടെ ഗവേഷണ വിവരങ്ങൾ വിദേശത്തേക്ക് കൈമാറ്റം ചെയ്യുന്നതിനായി തന്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് കുറച്ചുപേർക്ക് ബസ്സിൽ നിന്നിറങ്ങാമെന്ന് സംഘത്തലവൻ വിളിച്ചു പറഞ്ഞു. ആ കൂട്ടത്തിൽ പെൺകുട്ടിയുമുണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ അവൾ തന്റെ സഹോദരൻ പ്രത്യേക സേനാ വിഭാഗത്തെ നയിക്കുന്നത് കണ്ടു. സഹോദരനും ഞെട്ടിപ്പോയി. പെൺകുട്ടി പതിയെ കൈ ഉയർത്തി ആംഗ്യം കാണിച്ചു. തന്റെ കൈവശം ഫോണുണ്ടെന്നും തിരികെ പോയാൽ സഹായിക്കാൻ കഴിയുമെന്നും അവൾ സൂചിപ്പിച്ചു.